യെറ്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ നമുക്ക് വളരെ ഉപകാരപ്പെട്ടുള്ള ഒരു വാക്കാണ്. യെറ്റ് എന്നിരുന്നാലും ഇതുവരെ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ യെറ്റ് ഉപയോഗിക്കാം. നമുക്ക് യെറ്റ് ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ ഒന്ന് നോക്കാം. അതിൻ്റെ അർത്ഥവും ഏതൊക്കെ സന്ദർഭങ്ങളിൽ എന്തൊക്കെ അർത്ഥമാണ് വരുന്നതെന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഐ ഹാവൻറ്റ് ഈറ്റൺ യെറ്റ്. ഞാൻ ഇതുവരെ കഴിച്ചില്ല. ഐ ഹാവൻറ്റ് ഈറ്റൺ. ഞാൻ കഴിച്ചില്ല. യെറ്റ്. ഇതുവരെ ഞാൻ കഴിച്ചില്ല. ഹാസ് ഷീ അറൈവ്ഡ് യെറ്റ്. ഹാസ് ഷീ അറൈവ്ഡ് യെറ്റ്. ഷീ ഹാസ് അറൈവ്ഡ് എന്ന് പറഞ്ഞാൽ അവൾ എത്തിയിട്ടുണ്ട്. യെറ്റ് ഇതുവരെ. ഷീ ഹാസ് അറൈവ്ഡ് യെറ്റ് എന്ന് പറഞ്ഞാൽ അവൾ ഇതുവരെ എത്തിയിട്ടുണ്ട്. ഹാസ് ഷീ അറൈവ്ഡ് യെറ്റ്. അവൾ ഇതുവരെ എത്തിയോ എന്നുള്ളതായി. അതുപോലെ ഇറ്റ് വാസ് റെയിനിങ്. അത് മഴ ഉള്ള സമയമായിരുന്നു. യെറ്റ് വി വെൻറ്റ് ഔട്ട് സൈഡ്. എന്നിരുന്നാൽ ഞങ്ങൾ പുറത്തു പോയി. ഇറ്റ് വാസ് റെയിനിങ് യെറ്റ് വി വെൻറ്റ് ഔട്ട് സൈഡ് എന്ന് പറഞ്ഞാൽ അത് മഴ ഉള്ള സമയമായിരുന്നു, പക്ഷേ എന്നിട്ട് ഞങ്ങൾ പുറത്തു പോയി എന്നുള്ളതാണ്. ഹീ ഈസ് ടയേർഡ് യെറ്റ് ഹീ വർക്ക്സ് എന്ന് പറഞ്ഞാൽ അവൻ വളരെ ടയേർഡാണ്, പക്ഷേ എന്നിട്ടും അവൻ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ദി ബെസ്റ്റ് ഈസ് യെറ്റ് ടു കം. ദി ബെസ്റ്റ് ഈസ് യെറ്റ് ടു കം എന്നുള്ളത് ഒരു കോട്ടായിട്ടൊക്കെ നമ്മൾ പല സ്ഥലത്തും കേട്ടിട്ടുണ്ടാവും. ഇനിയും നല്ലത് വരാനിരിക്കുന്നേ ഉള്ളൂ, ഇനിയും നല്ലത് വരാനുണ്ട് എന്നൊക്കെ ഉള്ള അർത്ഥത്തിലാണ് ഇത് ഉപയോഗിക്കുന്നത്. അതുപോലെ വി ഹാവൻറ്റ് സീൻ ദി എൻഡ് യെറ്റ്. വി ഹാവൻറ്റ് സീൻ. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. എൻഡ് എന്ത്? അതിൻ്റെ അവസാനം. യെറ്റ് ഇതുവരെ. വി ഹാവൻറ്റ് സീൻ നമ്മൾ കണ്ടിട്ടില്ല. എൻഡ് യെറ്റ് ഇതുവരെ അവസാനം കണ്ടിട്ടില്ല. യെറ്റ് എന്ന് പറഞ്ഞാൽ ഇതുവരെ. ഇത്ര ആയിട്ട് നമ്മൾ അതിൻ്റെ അവസാനം കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സന്ദർഭങ്ങളിൽ നമുക്ക് യെറ്റ് ഉപയോഗിച്ചുകൊണ്ട് സംസാരത്തിൽ നമുക്ക് പല സ്ഥലത്തും ഇത് ഉപയോഗിക്കാൻ പറ്റും.